ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പാകിസ്ഥാൻ പൗരൻ തൈമൂർ കോട്ടയത്തെത്തി. ഭാര്യ ശ്രീജയുടെ നാടായ ഞാലിയാംകുഴിയിൽ പിതാവിന്റെ പേരിൽ പണി കഴിപ്പിച്ച വീട്ടിൽ അവധി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദമ്പതികൾ. ദുബായിൽ സ്ഥിരതാമസമാക്കിയ തൈമൂറിന്റെയും ശ്രീജയുടെയും വിശേഷങ്ങളിലേക്ക്. താരിഖ് മൻസിൽ, ഞാലിയാകുഴിയിൽ തൈമൂർ പണിത വീട്. പ്രിയതമയുടെ നാട്ടിലെ സ്വപ്നഭവനത്തിലെത്താൻ ഏറെ നാൾ കാത്തിരുന്നു. 2019 വിവാഹിതരായ തൈമൂറും ശ്രീജയും ആദ്യമായാണ് ഒരുമിച്ച് നാട്ടിലെത്തിയത്. വിസ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ആഗസ്റ്റിൽ വരാൻ തയ്യാറെടുത്തു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് യാത്രയ്ക്ക് തടസ്സമായി. ഒടുവിൽ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് ദമ്പതികൾ. ഈ നാട് ഏറെ പ്രിയപ്പെട്ടതെന്ന് തൈമൂർ. मेरा ड्रीम था इधर आने के लिए, घर इसीलिए लिया था, तो अल्हम्दुलिल्लाह फाइनली आ गया. थैंक्स इंडियन गवर्नमेंट, थैंक्स केरला पुलिस, उन्होंने मेरे ऊपर ट्रस्ट किया, दोबारा वीज़ा इशू किया. Culture, Kerala culture is good, Kerala climate is good, greenery good, people nice, well educated people, nice people I like. I have many friends from Kerala. നമ്മുടെ രുചികളും തൈമൂറിന് ഏറെ പ്രിയങ്കരം തന്നെ. Sambar paratha, the Kerala paratha, chicken 65, dry beef like that. I like more non-veg. ദേശങ്ങൾ കടന്നുള്ള സ്നേഹബന്ധത്തിൽ കണ്ണിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് പ്രിയതമ ശ്രീജ. ഇപ്പം തൈമൂറിനെ നേരിട്ട് അറിയാവുന്നവരാണ് എല്ലാവരും. വീട്ടുകാരാണേലും നേരത്തെ മുതൽ അറിയാമായിരുന്നു പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സ്വഭാവമാണേലും അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഇഷ്ടമായിരുന്നു ആദ്യം മുതൽ. പാകിസ്ഥാനിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പം ചെന്നിട്ട് വിസ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ പോകണം. കുറച്ചു ദിവസത്തെ അവധിക്ക് ശേഷം ഇരുവരും തിരികെ ദുബായിലേക്ക് മടങ്ങും. വ്യവസായിയായ തൈമൂറും നേഴ്സായ ശ്രീജയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറൽ താരങ്ങളാണ്. ടിവിൻ ഡൊമിനിക്കിനൊപ്പം ജോസി ബാബു, മീഡിയ 1 കോട്ടയം.